ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. താരാഗഡ് അജ്മീറിലെ ഒരു മലന്റെ മുകളിലൊരു സ്ഥലമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഞാനിപ്പം അജ്മീർ ദർഗന്റെ അവിടുന്ന് ടാക്സി കിട്ടുന്ന അങ്ങോട്ടേക്ക് പോവാണ്. ഈ ഒരു മിനി വാനിൽ ഞാൻ പോകുന്നത്. അപ്പൊ താരാഗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, മലന്റെ മുകളിൽ ഒരു കോട്ടയുണ്ട്. അവിടെ ഒരു ദർഗയും കാര്യങ്ങളും ഒരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മളുടെ യാത്ര. അജ്മീറിലെ ദർഗന്റെ അവിടുന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഒരു മലന്റെ മുകളിലാണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത്. ഇത് അനാസാഗർ തടാകമാണ് ഈ കാണുന്നത്. ഇതിന്റെ പരിസരത്ത് ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് സന്ദർശിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി ഞാൻ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സൈഡിൽ കൂടെയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഈ ഒമിനി വാനിൽ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ പോക്ക്. അത് നമ്മുടെ ദർഗന്റെ അവിടുന്ന് ഈ താരാഗഡ് പോയി തിരിച്ചു വരാൻ 200 രൂപയാണ് ഒരാളുടെ ഈടാക്കുന്നവർ. പോകാൻ മാത്രം 100 രൂപ, പിന്നെ വരാന് 100 രൂപ. അതവിടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും 1 മണിക്കൂർ. മലന്റെ മുകളിലാണ് നമ്മുടെ ഈ താരാഗഡ് കോട്ടയും. കോട്ടകൾ പൊതുവെ മലന്റെ മുകളിൽ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മളെ ഈ ദർഗയും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ദർഗന്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ഹൈറ്റിൽ നിന്ന് അജ്മീർ ടൗൺ കാണുന്നത്. ഇവിടെ ഒരു ചെറിയ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 വീലുള്ളവർക്ക് 40 റുപ്യ കെട്ടണം. അവിടുത്തെ മുനിസിപ്പാലിറ്റിന്റെ വക ഉള്ളതാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി അവിടെ നിന്നും പിന്നെയും പുറപ്പെട്ട് അങ്ങനെ പോയിട്ടുണ്ട്. വളരെ വീതി കുറഞ്ഞ റോഡാണ്. ഇങ്ങനെ കയറ്റം കയറി 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 അങ്ങനെ അങ്ങോട്ട് പോണം. അതുവരെയുള്ള വരിക. വണ്ടികളെ നിർത്തിയിട്ടിട്ട് ഇതിലെ അങ്ങനെ നടക്കണം. ഇവിടെ കുറെ കുതിരകളും പിന്നെ നമ്മുടെ ഒട്ടകങ്ങളും, രാജസ്ഥാനിലെ ഒട്ടകങ്ങളുള്ള സ്ഥലമാണ്. ഇതൊക്കെ ഫോട്ടോക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ. അവിടെ ഒരു വലിയൊരു ഒട്ടകം കണ്ടില്ലേ? എനിക്കും മടങ്ങി വരുന്ന ഒരു ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അപ്പൊ ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ ഉള്ള സംഭവമാണ്. ഈ ഇടവഴി കൂടി അങ്ങനെ നടന്നങ്ങോട്ട് പോണേ നമുക്കിനി. ഇവിടെയും പൂക്കളൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട് ഇവിടെ. ഇതാണ് അതിന്റെ മെയിൻ ദർഗന്റെ അങ്ങോട്ടേക്കുള്ള എൻട്രൻസ്. ദർഗയും പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അതിലേ അങ്ങനെ കയറി 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 അങ്ങോട്ട് പോണത് അതിന്റെ മെയിൻ എൻട്രൻസ് ഭാഗമാണ്. പച്ച പെയിന്റ് അടിച്ച് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോണം. കച്ചവടക്കാർ ഒരുപാടുണ്ട്. പൊതുവെ എല്ലാ തീർത്ഥാടനത്തിന്റെ സ്ഥലത്തും കച്ചവടക്കാരുണ്ടാവല്ലോ. അപ്പൊ അതൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറമെ നോക്കി കഴിഞ്ഞാൽ ആളെയൊന്നും കാണില്ല, പക്ഷെ ഇതിനുള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കിങ്ങനെ കാണാം. അവിടെ ഉണ്ട് കച്ചവടക്കാര്. ഈ ബോർഡിൽ കാണുന്ന ഹസ്രത്ത് മീരാൻ സെയ്ദ് ഹുസൈൻ, ഇദ്ദേഹത്തിന്റെ ഖബറാണ് അതിന്റെ അകത്തുള്ളത്. അതിന്റെ ഉള്ളിലേക്ക് വീഡിയോ കയറ്റുമെന്ന് അറിയില്ല. പിന്നെ അതിന് പുറമെ കുറെ ഖബറുകൾ ഇതിന്റെ പരിസരത്തും കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്. എല്ലാതും അത്യാവശ്യം നല്ല ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ ചെറിയ ചെറിയ ഖബറുകളാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്തേക്കുള്ള എൻട്രൻസ്.
അപ്പൊ ഞാനൊന്ന് ക്യാമറയൊക്കെ പിടിച്ചിട്ട് അകത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതെന്റെ മിനാറോ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയും വേറെയും കുറെ കബറുകളൊക്കെ ഉണ്ട്. ചന്ദനത്തിരി കത്തിക്കലും പല പരിപാടികളും ഉണ്ട് ഇവിടെ. അപ്പൊ ഇതാണ് അതിലേക്കുള്ള എൻട്രൻസ്. അപ്പൊ ഞാൻ തൽക്കാലം അങ്ങനെ ആയിട്ട് കയറുകയാണ്. നമുക്ക് ബാക്കി അകത്തുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ അങ്ങനെ കാണാം. അപ്പൊ ഞാൻ ഇതിന്റെ ആ ദർഗന്റെ ഖബർസ്ഥാൻ ഉള്ളതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെയും കുറെ ഖബറുകളുണ്ട്. ആരതൊക്കെയൊന്നും അറിയില്ല. ഇതാണ് ഇതിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ. മീര സയ്യിദ് ഹുസൈൻ ഇവരുടെ ദർഗയാണ്. താരാഗഡ് അജ്മീർ രാജസ്ഥാൻ. ഇവിടെ മറവ് ചെയ്തിട്ടുള്ള ഈ ഹസ്രത്ത് മീരാൻ അദ്ദേഹം 1201 ഇസ്ലാം പ്രസംഗിച്ചതിന് അദ്ദേഹം ഇവിടെ രക്തസാക്ഷിത്വം വഹിച്ചതാണെന്നാണ് പറയുന്നത്. ഇവിടെ കണ്ടില്ല, മരത്തിന്റെ മുകളിലൊക്കെ പലതും കെട്ടിയിട്ടിട്ട് നൂലും കാര്യങ്ങളൊക്കെ, ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള ഭാഗമാണ് ഇത്. ഈ ദർഗന്റെ ബാക്ക് ഭാഗമാണ്. ഭാഗത്തുനിന്ന് ഒരു കോർണർ എന്നുള്ള ലോങ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിനൊരു വൈറ്റ് ഭാഗത്താണ് ഇതുള്ളത്. സന്ദർശകർക്ക് യാതൊരു കുറവില്ല. ഇഷ്ടംപോലെ സന്ദർശകരുണ്ട് ഇവിടെ. പല സ്ഥലങ്ങളിലും പല കവാടങ്ങളും ഉണ്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്. അപ്പൊ ഇപ്പൊ സമയം 1:41 ആയിരിക്കുന്നു. അപ്പൊ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും നമസ്കാരത്തിൻ്റെ ഇവിടുന്ന് കഴിച്ചിട്ട് പോവാന്ന് വിചാരിക്കുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അജ്മീർ ടൗണ് മൊത്തം കാണാം. നമ്മളെ കാശ്മീരിലൊക്കെ ശങ്കരാചാര്യ ടെമ്പിളിന്റെ മുകളിൽ നോക്കി കാണുന്ന പോലെ നല്ല അടിപൊളി കാഴ്ചയാണ്. കുറെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ അജ്മീർ ടൗൺ. ഈ പള്ളീന്റെ അവിടുന്ന് ഇതിന്റെ താഴ്ഭാഗം നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ കുറച്ചൊരു മൂടലുണ്ട്. അജ്മീർ സിറ്റിയാണ് കണ്ടത്. ഈ ദർഗന്റെ ഈ പരിസരത്ത് നിന്ന് ഞാൻ മടങ്ങി പോവുകയാണ്. ഇവിടെയൊക്കെ കച്ചവടക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ചപ്പാത്തി വരത്തുന്ന സാധനം. हाँ कितना चार्ज है? 1 for 200. ഈ കുതിര ഒട്ടകം ഒക്കെ ഫോട്ടോത്തിന് വേണ്ടി വെച്ചിട്ടുള്ള അതിന്റെ മുകളിൽ കയറി നിൽക്കുക, ഫോട്ടോ എടുക്കുക. ഇത് കുതിരയാണ്, ഇത് ഒട്ടകാണ് ഉണ്ടല്ലേ. പിന്നെ ഇവരെ ഡ്രസ്സ് ഇട്ടിട്ട് ഇതുണ്ടല്ലേ, ഇവരെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കലുണ്ട്. ഇതുപോലെ മാറ്റി ഒരുങ്ങിയിട്ട് ഇതുപോലെ മാറ്റി ഒരുങ്ങി ഫോട്ടോ എടുക്കുക. 100 രൂപയാണ് ചാർജ്. അപ്പോൾ ഞാനും ഒരു രാജസ്ഥാൻ കുപ്പായൊക്കെ ഇട്ടിട്ട് ഈ ഒട്ടകപ്പുറത്ത് കയറി എന്നിട്ട് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്.
100 രൂപയാണ് ചാർജ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇനി അതിന്റെ അകത്തേക്ക് കയറാൻ പോവാണ് മുകളിലേക്ക്. രാജസ്ഥാനിലെ അജ്മീറിലാണുള്ളത്. ഇതാണ് പ്രിന്റ് ചെയ്ത ഫോട്ടോ, 100 രൂപ. പിന്നെ ഞാൻ എന്റെ ക്യാമറയിൽ കുറച്ച് ഫോട്ടോ എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒട്ടകപ്പുറത്ത് കയറാന് ഒരു കോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോണീന്റെ പുറത്തു കൂടിയാണ് ഒട്ടകപ്പുറത്ത് നമ്മൾ കയറുക. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടി തന്നെ കോണിമുഖത്ത് തന്നെ ഇറങ്ങുകയും വേണം. രാജസ്ഥാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ് ഈ കാണുന്നത്. രാജസ്ഥാൻ കുപ്പായം, അത്യാവശ്യം നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേർപ്പിന്റെ ഒക്കെ ആ ഡ്രസ്സിന് തന്നെ. അപ്പൊ ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ അജ്മീർ സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഇങ്ങനെ നല്ലോണം കംപ്ലീറ്റ് ഇറക്കാണ്. ഇതാണ് കോട്ടന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ വണ്ടി ഇവിടെ നിർത്തുന്നില്ല. അപ്പൊ അങ്ങനെ നേരെ താഴേക്ക് അങ്ങനെ പോവാണ്. ഇപ്പൊ സമയം 2:15 അയക്കുന്നത്. പോയ വണ്ടിയിൽ ഞാൻ മാത്രമാണ് മടങ്ങി വന്നിട്ടില്ല, മറ്റുള്ളവരൊക്കെ അവിടെ തന്നെ നിന്നതാണ്. പിന്നെ അവിടുന്ന് പിന്നെ മടക്കക്കാര് വേറെ ആൾക്കാരെ കിട്ടും 100 രൂപ കൊടുത്തു കഴിഞ്ഞാല്. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഒമിനി വണ്ടിയാണ് കൂടുതലുള്ളത്. 8 ആൾക്കാരെ അതിൽ കൊണ്ടുപോകും അവര്. ഇതാണ് അജ്മീർ സിറ്റിയാണ് ഈ കാണുന്നത്. അങ്ങനെ മല ഇറങ്ങി നേരെ അജ്മീർ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഈ ഒരു മോഡലിലാണ് അധികം ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത കാഴ്ചകളുമായി പുതിയ എപ്പിസോഡിൽ ഞാൻ വരുന്നതാണ്. അപ്പൊ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.